പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുധൻ്റെ മാറ്റവും അത് ഈ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള, സാമർഥ്യമുള്ള, ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ്. നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഒരു ഗ്രഹം മാത്രമേ ജ്യോതിശക്രത്തിലുള്ളൂ. അത് ബുധനാകുന്നു. ബുധ ഫലതസ്തു സർവത. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം, ഓരോ കാലത്തിലാണ് ഫലം. സൂര്യനും ചൊവ്വയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു, വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു, ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത്. ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ബുധൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം, ഭൂമിക്കച്ചവടം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക. ആ ബുധനായിരുന്നു കഴിഞ്ഞ 60 ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ, തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത്. അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു. അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം, യുക്തി, കഴിവ്, വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരുന്നു. അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു. ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായ രാശിയല്ല. ബുധൻ്റെ ആശ്രയഫലവും നല്ലതല്ല. മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ്. എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. അതാണ് ബുധൻ. ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത്. ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്നു. പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു. അത് ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. 2 രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട്. 12, 8, 6 ഭാവങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട്. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ്. ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തത്ര അതികഷ്ട അഷ്ടമ. ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു 8ാം ഭാവം. അവിടെ ശുഭഗ്രഹങ്ങളിൽ നിന്നാലും പാപഗ്രഹങ്ങളിൽ നിന്നാലും 8 അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ, ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ. അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു? ആ 6, 8, 12 ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു? ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുന്നു. എന്നാൽ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. വിശ്രുത ഗുണാഹ. ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ്. ചമത്കാര ചിന്താമണി അത് അടിവരയിട്ട് പറയുന്നു. ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ. അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു. അവർ 100 ആയുസ് വരെ ജീവിക്കുന്നു. നിധാനം നൃപാത് വിക്രയാത്മാ ലഭന്തേ. തൻ്റെ പരാക്രമത്തിലൂടെ, ഉത്സാഹത്തിലൂടെ രാജാവ്, അധികാരി തനിക്ക് സീറ്റ് തരും, ഇരിപ്പിടം തരും. യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ. ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും. യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും. എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു? പ്രാപ്തനാക്കുന്നു. അതാണ് ബുധൻ. നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ 12 രാശികളിലും ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം. ഇനി
ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1200 മേടമാസം 23-ാം തീയതി മുതൽ ഒരു മാസക്കാലം, ഇടവമാസം 23-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത്. കൃത്യമായി 30 ദിവസങ്ങൾ. അതായത് 2025 മെയ് മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെയുള്ള 30 ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ 30 ദിവസക്കാലം ധാരാളമാണ്. കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ, ബ്രോക്കർ, ഏജൻറ്റ്, ദൗത്യം നിർവഹിക്കുന്ന ആൾ, മധ്യസ്ഥൻ, ഊഹക്കച്ചവടം, രജിസ്ട്രേഷൻ, ആധാരം, പ്രമാണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ. ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും ഈ 30 ദിവസക്കാലം. ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ മേടൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മിഥുനൻ രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യവുമാണ്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു അവസ്ഥയിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ 11-ാം ഭാവത്തിലാണ്. അതിനാൽ ഇവിടെ സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് 12-ലാണ് ചാരവശാൽ വ്യാഴം. മെയ് 15 വരെ വ്യാഴം 12-ാം ഭാവത്തിലാണ്. പിന്നെ ജന്മവ്യാഴം വരും. കണ്ടകശനി തുടങ്ങി. എങ്കിലും ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഈ ഒരു മാസക്കാലം ഒരു വസന്തകാലമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക്. ഭാവാധിപനായ ലഗ്നാധിപൻ, മിഥുനൻ രാശിയുടെ അധിപനായ ബുധനിത 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. സലാഭഹ എന്ന ഫലത്തോടുകൂടി നല്ല ഫലത്തെ പ്രദാനം ചെയ്യും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു മാസം. നിങ്ങൾക്ക് വ്യാഴം 12-ലാണ്, കണ്ടകശനി എന്നൊന്നും ചിന്തിക്കരുത്. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും മിഥുനൻ രാശിക്കാർക്ക്. നിങ്ങൾ സസൂക്ഷ്മം നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുക. ഭൂമി വാങ്ങാം, കൃഷിഭൂമി വാങ്ങാം, വാഹനം വാങ്ങാം, വാഹനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്രകാരം തന്നെ തനിക്ക് ഫാമിലി ലൈഫിൽ സുഖം, സ്വസ്ഥത, തൽക്കാലം വീട് മാറി താമസിക്കണമെങ്കിൽ അതിനൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ മിഥുനൻ രാശിക്കാർക്ക് 11-ലെ ബുധൻ വളരെ പ്രാഗൽഭ്യത്തോടു കൂടി നിൽക്കുന്നു ഒരു മാസക്കാലം. വിനാ ലാഭഭാവേ സ്ഥിതം ഭേഷജാതം ന ലാഭോ ന ലാവണ്യം ന ആനന്യമസ്തി. 11-ൽ ബുധൻ ഇല്ലെങ്കിൽ എന്തില്ല? ലാഭമില്ല, തനിക്ക് ലാവണ്യമില്ല. അതിനാൽ 11-ൽ ബുധനുണ്ടെങ്കിൽ ഇതെല്ലാം വരും. ലാഭം, ലാവണ്യം. കുത കന്യകോദ്വാഹ ദാനം ചതേയം. തനിക്ക് കന്യകയെ അഭിമാനത്തോടുകൂടി ദാനം ചെയ്യുവാൻ കഴിയും. കഥം ഭൂസുരാഹ ത്യക്തതൃഷ്ണാ ഭവന്തി. ബ്രാഹ്മണന്മാർ എല്ലാം ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി ദാനം സ്വീകരിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റും 11-ലെ ബുധൻ. ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്താം. തൻ്റെ കന്യകയ്ക്ക് വിവാഹാദി വിഷയങ്ങളിലേക്ക് തനിക്ക് മുന്നിട്ടിറങ്ങാം. അപ്രകാരം തന്നെ പുത്തൻ കുട്ടികൾ ഉണ്ടായാൽ അവരുടെ 28-ാം ദിനം, അതിനുശേഷം അവരുടെ ചോറൂണ്, അല്ലെങ്കിൽ ഓരോ വയസ്സിലുള്ള കാര്യങ്ങൾ, മക്കളുടെ ഉപനയനാദി വിഷയങ്ങൾ, ഇതൊക്കെ ഈ മാസക്കാലം വരികയാണെങ്കിൽ അത്യാഡംബരപൂർവ്വം ബ്രാഹ്മണയൊക്കെ വീട്ടിൽ ക്ഷണിച്ച് അവർക്ക് അന്നദാനം ചെയ്ത് ബന്ധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാം സുഖകരമായി പര്യവസാനത്തിനുള്ള ഒരു മാസമാണ് മുന്നിലുള്ളത്. ഇതാ തുടങ്ങിക്കഴിഞ്ഞു. മെയ് മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെയുള്ള 30 ദിവസം. ഇവിടെയും നന്നായി പ്രാർത്ഥിക്കുക. ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരി കൊടുക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു മന്ത്രവിഷയത്തിൽ എന്ത് ചെയ്യാം. മന്ത്രവിഷയത്തിലേക്ക് നന്നായി തന്നെ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ, പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, ലക്ഷ്മി നരസിംഹ പുഷ്പാഞ്ജലി, വിവാഹത്തിന് സ്ത്രീകൾക്ക് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാം. മക്കൾക്ക് പഠനത്തിന് ഏറ്റവും നല്ല സമയമാണ്. അവരുടെ പഠന വിഷയത്തിൽ ഒരു പുത്തൻ നാമ്പുകൾ, പ്രതീക്ഷകൾ. മങ്ങിക്കിടക്കുന്ന മക്കൾ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു. തങ്ങളുടെ മക്കൾ ഈ മേൽപ്പറഞ്ഞ നക്ഷത്രത്തിലാണെങ്കിൽ അവരെ കേൾപ്പിക്കണം മാരാർജിയുടെ വീഡിയോ. മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണെന്ന് അവരോട് പറയണം. പറയുന്നത് മാരാർജിയാണ്, അധ്യാപകനാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകനാണ് മാരാർജി. ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ എൻ്റെ വാക്കുകൾ ആ മക്കൾക്കൊരു മോട്ടിവേഷൻ ആകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.